10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി പുനരാരംഭിച്ച് അസർബൈജാൻ. വില നിർണ്ണയം സംബന്ധിച്ച തർക്കങ്ങളെ തുടർന്ന് അസർബൈജാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘനാൾ വിഷയത്തിൽ ചർച്ച നടത്തുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഇന്ത്യയുമായുള്ള സംഘർഷാവസ്ഥ ഇനി വഷളാകുന്ന സാഹചര്യം വന്നാൽ സൗദി അറേബ്യൻ സേന തീവ്രവും സജീവവുമായി ഇടപെടും എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ജിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ത്യയുമായി സംഘർഷമുണ്ടായാൽ സൗദി സേന ഇടപെടുമോ എന്ന ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് പുരസ്കാരം ലഭിച്ചു. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് അഭിനന്ദന പ്രവാഹമാണ്. രാഷ്ട്രീയ, സിനിമ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാം അദ്ദേഹത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയും ലാലിനെ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു. യഥാർത്ഥ കലാകാരന് അർഹമായ അംഗീകാരം കിട്ടിയതിൽ അഭിമാനവും സന്തോഷവും എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് പുരസ്കാരം ലഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണെന്ന അവകാശവാദവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആകയാള അയ്യപ്പ സംഗമം വിജയമാണെന്നും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചർച്ചകൾ നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിഗ് ബോസ് സീസൺ 7-ൽ അനീഷിന് ശേഷം കോമണറായി ഹൌസിനുള്ളിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു പ്രവീൺ. വൈൽഡ് കാർഡിലൂടെ എത്തിയ പ്രവീണ് നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നെങ്കിലും 42 ദിനത്തിൽ അപ്രതീക്ഷിതമായി പുറത്തായത് പ്രേക്ഷകരെ ഞെട്ടിച്ചു. ബിഗ് ബോസിൽ അനുമോളുമായി ഏറെ സൗഹൃദത്തിലായിരുന്നു പ്രവീൺ. ബിഗ് ബോസിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തായത് തന്നെയും ഞെട്ടിച്ചതായി പ്രവീണ് പറയുന്നു. മലയാളത്തിന് വാനോളം അഭിമാനമേകി മോഹൻലാലിന് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് 2023-ലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം സമ്മാനിക്കുന്നത്. ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം ആയിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ്. തിരുവനന്തപുരത്ത് ദിയയുടെ ഉടമസ്ഥതയിലുള്ള ഫാൻസി ആഭരണ ഷോപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് 3 മുൻ ജീവനക്കാരികൾ ചേർന്ന് കവർന്നത്. വളരെ വൈകിയാണ് ദിയ തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. അതിനോടകം 69 ലക്ഷം രൂപ മുൻ ജീവനക്കാരികൾ ചേർന്ന് തട്ടിയെടുത്തു എന്നാണ് ദിയ ആരോപിക്കുന്നത്. നെവീനെതിരെ ഷാനവാസ് ഉയർത്തിയ വിഷയത്തിൽ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ വിമർശനം കടക്കുകയാണ്. യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഇരുവരും അനാവശ്യമായി വിവാദം കൊഴുപ്പിച്ചുവെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. LGBTQ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നിട്ട് പോലും ഇരുവരും ഹൌസിൽ സദാചാരം കളിക്കുകയാണെന്ന ആക്ഷേപവും ചിലർ ഉയർത്തുന്നുണ്ട്. വെള്ളത്തിലിറങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് വിജയം കൊയ്ത ചരിത്രമാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് പറയാനുള്ളത്. വെറും 29 മാസം കൊണ്ട് 50 ലക്ഷം യാത്രക്കാരെയാണ് കൊച്ചി വാട്ടർ മെട്രോയ സ്വന്തമാക്കിയത്. കൊച്ചി മെട്രോയായ ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ കൊച്ചി വാട്ടർ മെട്രോയായും ഇരുകൈയും നീട്ടിയാണ് കൊച്ചിക്കാർ സ്വീകരിച്ചത്. ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പൂർത്തിയാകുമെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിൽ അംഗരാജ്യങ്ങളുമായുള്ള കരാറുകൾക്ക് ഇന്ത്യ തയ്യാറാണെന്നും അത് രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ മാത്രമേ മുന്നോട്ടു പോകൂ. ഈ കരാറുകൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി.